ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പോകുന്നത് ഡ്രാഗൺ റോക്കിലേക്ക് സൺറൈസ് അതിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളിന്ന് ഡ്രാഗൺ സിറ്റിയിലേക്ക് പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ പോകുന്ന സമയത്തുള്ള റോഡിലെ കാഴ്ചകളാട്ടോ നല്ല ഇട്ടാണ് നമ്മൾ പോകുന്ന സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ലൊക്കേഷൻ്റെ അടുത്തെത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വീഡിയോസ് കാരണം എൻ്റെ വീഡിയോസൊന്നും കണ്ടിന്യൂസ് അല്ല, ഞാനെല്ലാം കട്ട് വീഡിയോസ് എടുത്തുകൊണ്ട് ഷോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു രസം, നമ്മളിതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഡ്രാഗൺ റോക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് അമ്മായി ഉണ്ട്. അമ്മായി ഇതൊക്കെ അപ്പൊ നമുക്കിന്ന് സൺറൈസും സൺസെറ്റും ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിലേക്ക് അനുണ്ട്. റുഷി കുടുംബിനി അതിന് പൂക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. 90s ആണെങ്കിലും റുഷിന്റെ ഒരു സംഭവം എന്ന് വെച്ചാല് റുഷി 90s ആണ്, പക്ഷെ ജെൻസിന്റെ ഒപ്പം പിടിച്ചിക്കാൻ വേണ്ടി കണ്ട് പൂക്കിത്തരങ്ങളെല്ലാം ഉണ്ട്. ഇതാ പൂക്കിയായിട്ട് ടെഡി ബെയറിന്റെ ഷർട്ടിലിട്ട് കണ്ട് സെതുവിന്റെ ഒപ്പം പിടിച്ചിക്കാൻ അതുകൊണ്ടുണ്ട്. നമ്മൾ ഈ കയറി പോകുന്ന കേട്ടോ ഡ്രാഗൺ റോക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഇവിടെ രാവിലെ ഒരു മനുഷ്യൻ ഉണ്ടായില്ല, നമ്മൾ പോയിട്ട് ഒരാളായിട്ട് വന്നത്. നമ്മളെപ്പോലത്തെ പ്രാന്ത് വേറെ ആർക്കും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. സമയം എത്രയാ? സമയം 4:33. 4:33. എന്നാലും നോക്കി ഇവിടുത്തെ വെളിച്ചു നോക്ക്, ഇവിടെ നേരം വെളുത്ത്. അപ്പൊ ഞാൻ സൂര്യനങ്ങ് കിട്ടിയാ മതി. ഇതാണ് ഡ്രാഗൺ റോക്ക്. പർദ്ദട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. റുഷി ഇവിടുന്ന് ചായ വയ്ക്കണ്ട എങ്ങനെ അറിയോ? ആ നാച്ചുറാലിറ്റി കിട്ടണം. ഞങ്ങള് പാർട്ടിസിപ്പേറ്റ് ഞാൻ ചായ വയ്ക്കാം. മൊബത്തിന്റെ മുന്തിരി ചാരുമായ ഒരു ചായ ഒരു പെരുന്നാളും കൂടെ. അവിടെ ചായ എടുക്കട്ടെ. രാത്രി അമ്മി അരച്ച് തളർന്ന് കൊണ്ടുവന്ന പ്രൊമോഷൻ ആയിക്കോട്ടെ. മിക്സി ഇല്ല ചേച്ചി വീട്ടില്? ഇല്ല, സ്വാദ് കിട്ടൂല. നമ്മളെ പിടിക്കാൻ ആളെത്തി. ഒരു ഗ്ലാസ് ഉണ്ട് അവിടെ പൊട്ടുന്നേ, വീഡിയോ വേണ്ടിട്ട് എടുത്ത്. അതാണല്ലോ അത് ഒന്നെടുത്തിന് വീഡിയോക്ക്. നീ എന്നോട് പറഞ്ഞു ഇതിനെ റുഷിക്ക് തുടക്കല് ചായ എടുക്കല്. അടുക്കട പൊയ്ക്കോ, അങ്ങനെ നീട്ടി വയ്ക്കടാ. അങ്ങനെ കുറച്ച് തുറക്കടാ. ആ മതി. ഓക്കെ. ആ മുഹബത്തിന്റെ മച്ചാൻ ഡ്രാഗൺ റോക്കിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഏരിയ അല്ല. ഇത് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയില്ലേ, അതുപോലെ ഒരു സംഭവമാണ്. കാരണം കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഈ ചിലപ്പോൾ ഈ കാറ്റിന് നമ്മളൊക്കെ പഠിച്ചിട്ടില്ല, കാറ്റിൻ്റെ അതുകൊണ്ടൊക്കെ കല്ലുകൾക്കൊക്കെ തേയ്മാനം അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഇത്. കാരണം ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അല്ലാണ്ട് കൂടുതൽ ഹിസ്റ്ററീസും കാര്യങ്ങളൊന്നും ഇതിനില്ല. അങ്ങനെ ഒരു രൂപകൽപ്പന, അത് പിന്നെ ഒരു ഡ്രാഗൺ ഷേപ്പിലായതുകൊണ്ട് ഇതിന് ആരോ ഒരാൾ പേരിട്ടു ഡ്രാഗൺ റോക്ക് എന്ന്. അങ്ങനെ ഇവിടെ ഒരു എല്ലാവരും വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു ഏരിയയായി മാറിയതാണ്. പിന്നെ ഈവനിങ് എല്ലാം അത്യാവശ്യത്തിന് ആളുണ്ട് കേട്ടോ. മോർണിംഗ് ഒന്നും നമ്മൾ പോയ സമയത്ത് ആകെ ഒരു ഫാമിലി എങ്ങാനും ഉണ്ടായിട്ടുള്ളൂ. സംഭവം അടിപൊളിയാണ്, പീസ്ഫുൾ. പാറയുടെ ഗുണമേന്മയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ കോൺട്രാക്ടർ കല്ലെല്ലാം ഉറപ്പുണ്ട്.
അത് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ മുകളിൽ കയറാൻ പറ്റും. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കയറിയിട്ട് എടുത്തൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ പുറത്തുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമുക്ക് ഒരു സൈഡിൽ കയറാൻ പറ്റും, പിന്നെ അപ്പുറത്തെ സൈഡിലെല്ലാം കയറാൻ പറ്റും. ഞാൻ കയറി നിന്ന് കണ്ടിട്ടുണ്ട് മുന്നേ വന്ന സമയത്ത്, പക്ഷേ അതെല്ലാം റിസ്ക്കാണ്, നമ്മളത് ട്രൈ ചെയ്യുന്നില്ല. നല്ല വിശാലമായ കാറ്റ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സൂര്യൻ വരാനാണ്. സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ. സദർ ഉസ്താദ് ഇതാ വരുന്നുണ്ട് അവിടെ ബൈക്കും കയറിയിട്ട് നമുക്കാണ്. സായിക്കട ഇറങ്ങാണ്ട് ഇങ്ങോട്ട് എത്തിയല്ലോ വേഗം. സീനാട്ടാ, വരാൻ കഴിയില്ല. പക്ഷെ ഇതിന് എത്ര ഉയരത്തിലെത്തിയിട്ട് എന്താ പറയാനുള്ളത്? അനുഭവമില്ല. സെതു നോക്കി വീഡിയോ എല്ലാം എടുക്കട്ടോ. സമയം 4:50 ഇതുവരെ സൂര്യൻ എത്തിയില്ല. ഒരു കൃത്യനിഷ്ഠയില്ലാത്തൊരു ചങ്ങായി. ഇവിടെ ആണെങ്കിൽ ആളിതുവരെ എത്തിക്കില്ല. അങ്ങനെ സൂര്യനൊക്കെ ഉണ്ട്. തണുത്ത കാറ്റും അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടി. അപ്പം വീണ്ടും സന്ധിക്കാവർക്കും വണക്കം. ഇങ്ങനല്ലേ? അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ വ്യൂ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന വ്യൂ ആണ്. പിന്നെ നമ്മളൊരു റീൽ എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് നമ്മൾ പോയി. ഹലോ ഗായ്സ്, സിനാന്റെ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തി പിടിക്കണം. ഒരു കമന്റ് ഇട്ടവർക്ക് എന്താ ഫ്രീ റുഫ്സിനെ ഗീവ് കൊടുക്കാം. റുഫ്സിനെ ഗീവ് കൊടുക്കണ്ട ഗായ്സ്. റുഫ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് റുഫ്സിന്റെ 2 അക്കൗണ്ട് ഫോളോ ചെയ്യാം. ഇവനെ ഗിവ് അവേ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. ഞാൻ മാത്രം വേണ്ടവർ എന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതാണ്. അടുത്ത നമ്മളെ ലൊക്കേഷന് നെക്സ്റ്റ് ട്രീ ഓഫ് ലൈഫ്, ലൈഫ് ഓഫ് ട്രീ. ബൈ ബൈ ബൈ. ഇതിന്റെ കറക്റ്റ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു ഡ്രാഗൺ ഷേപ്പിലാണെന്നാണ് ഇവർ പറയുന്നത്. ഡ്രാഗൺ റോക്ക്. ഒരു ആനക്കുട്ടീൻ്റെ ഷേപ്പ് ഉണ്ട് അല്ലേ? ആനക്കുട്ടീൻ്റെ ഷേപ്പ് ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഇതൊരു ആനക്കുട്ടിയുടെ ഷേപ്പാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതാട്ടോ ഈ ചർച്ച്. അതായത് ഗൾഫിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ്, കത്തോലിക് ചർച്ചാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ. അന്ന് കുർബാനയുടെ സമയം, നമ്മൾ പോയത് വെള്ളിയാഴ്ച മോർണിംഗ് ആയതുകൊണ്ട് കുർബാനയുടെ സമയത്ത് ഇവർ അലങ്കരിക്കുന്നുണ്ടായിരുന്നു പള്ളി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കാര്യങ്ങളും ഞാൻ കാണിച്ചത്. നിങ്ങൾ ബഹ്റൈനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യണം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പീസ്ഫുള്ളാണ് പള്ളി. പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചി വീഴുന്ന സൗണ്ട് പോലും ഇല്ല. കാരണം അവർ അത്രയും കെയർഫുള്ളായിട്ട് അവരങ്ങോട്ട് സംസാരിക്കുന്നതന്നെ സ്വകാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഈ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്ത നമ്മളെ ബുഹൈർ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ വീഡിയോ വേറൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.